ദ മോസ്റ്റ് ഡിലീഷ്യസ് ബിരിയാണി എന്നുള്ള ബോർഡ് കണ്ടിട്ടാണ് ഞാൻ ഇവിടെ കയറിയത്. അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇവിടെ വന്നൊന്ന് കഴിച്ചു നോക്കുക, കിടിലം ബിരിയാണിയാണ് എന്ന് പറഞ്ഞു. ഹോട്ടലിൻ്റെ പേര് സവാരി ഹോട്ടലാണ്. നമ്മുടെ ട്രിവാൻഡ്രം സ്റ്റാച്യു പുളിമൂട് എന്ന് ശാന്ത പെയിൻ ഹൗസിൻ്റെ അവിടെ ഒരു സിഗ്നൽ ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കുള്ളൊരു കുഞ്ഞു ഹോട്ടലാണ് സവാരി ഹോട്ടൽ. ഇവിടെ ഞാൻ ബിരിയാണി ട്രൈ ചെയ്യാനാണ് വന്നത്. അപ്പം ഞാൻ എന്താ പറയുക, ബാക്കി വിശേഷങ്ങൾ വരുമ്പോഴത്തേക്കും പറഞ്ഞു. അപ്പോൾ ഇതാ ബിരിയാണി വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലാണ് അവർ സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം. ഇത് അവർ ചോദിക്കും ചെറിയ വേണോ, ചെറിയ ബിരിയാണി വേണോ, അതാ ഒരു ബിരിയാണി ഫുള്ളായിട്ട് വേണോ എന്നുള്ളത്. ഞാൻ ചെറിയ ബിരിയാണിയാണ്, നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് തരാം. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ പറഞ്ഞത്. സ്പൂണിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലൊരു ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട്. നല്ല ചൂടുണ്ട്. കഴിച്ചു നോക്കാം. കൊള്ളാം കേട്ടോ. പീസും കൂടെ എടുത്ത് വെച്ച് കഴിച്ചോളാം. ഗ്രേവി കുറച്ചും കൂടെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ റൈസ് ഒക്കെ ആയിട്ട് കഴിക്കാൻ സെറ്റ് ആയിരുന്നു. ചിക്കൻ പീസ് നല്ല സോഫ്റ്റ് ആണ്, ഭയങ്കര ഹാർഡായിട്ടുള്ളതല്ല, നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. പിന്നെ കുറച്ച് സാലഡും പിന്നെ ഇവിടുത്തെ പിക്കിള്. ഇത് കുറച്ചൊരു ഡാർക്ക് ചെയ്തിട്ടുള്ള പിക്കിളാണ്. നാരങ്ങ ഇതിൽ അച്ചാറില്ല, നാരങ്ങ കുറച്ച് നാരങ്ങ അച്ചാർ, കുറച്ച് നാരങ്ങ, കുറച്ച് സാലഡും, പപ്പടം, ഇതിലും കേട്ടോ. ഇതിന്റെ ടേസ്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ പിക്കിളും സാലഡും പപ്പടവും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയാൻ പറ്റുള്ളൂ. അടിപൊളി. ലൈം ഇവര് നമുക്ക് കൊണ്ട് തന്നതാണ് കേട്ടോ. പിന്നെ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇവര് കൊണ്ട് തന്നു. ഇവിടെ അടിച്ചു വെച്ചതാണ്. കറക്റ്റ് മധുരവും ഇഞ്ചിയും ഒക്കെ ഇട്ട ലൈം, നല്ല ലൈം, അടിപൊളിയായിട്ടുണ്ട്. ഓവറോൾ മൊത്തത്തിൽ എനിക്ക് ബിരിയാണി ഇഷ്ടപ്പെട്ടു. ഈ പൈനാപ്പിൾ വെച്ചതാണ് എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ബിരിയാണി സാധാരണ നമ്മൾ കുഞ്ഞ സൈസിലുള്ള ബിരിയാണിയൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇത് നീളമുള്ള റൈസാണ്. അതുപോലെ തന്നെ നല്ല വെന്ത് കുഴഞ്ഞിട്ടില്ല ബിരിയാണി, മീൻസ് അരി തമ്മിൽ ഒട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ ടേസ്റ്റ് നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓവറോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ബിരിയാണി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.